ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ പാഷൻ പ്ലസ് വണ്ടിയായി. നമുക്ക് ബാക്ക് വീലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് യാതൊരു കംപ്ലയിൻറ്റും കിട്ടിയില്ലായിരുന്നു. പക്ഷേ അതിന് പ്രകാരം നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞേക്കണോണ്ട് നമ്മൾ ബാക്ക് വീലൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈൻഡറൊക്കെ ആയാലും വേറെ അങ്ങനെ പറയത്തൊക്കെ പ്രത്യക്ഷത്തിൽ വേറെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ബ്രേക്ക് ലൈൻഡറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്പോക്കറ്റിൻ്റെ ഇതിവിടെയെങ്കിലും ഇതൊക്കെ പുതിയ സ്പോക്കറ്റൊക്കെ കിടക്കുന്നത്, ചെയിൻ സ്പോക്കറ്റ് കമ്പനി ആയിട്ടല്ല, പക്ഷെ എന്നാൽ പോലും IFB എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. കുഴപ്പമൊന്നുമില്ല, ആവറേജ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറൊക്കെ ഉള്ള ചെയിനാണ്. അല്ലെങ്കിൽ വേറെ പ്രശ്നം കാണണമെന്നില്ല. ഇപ്പോൾ ബാക്ക് വീലിൻ്റെ ബെയറിങ് സീറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ ചെയിൻ കവറും എവിടെയെങ്കിലും അത്യാവശ്യം അങ്ങനെ വന്നിട്ട് ടച്ച് ചെയ്താവാം. പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് മെയിൻ റൂട്ടിലൂടെയൊക്കെ ഓടിക്കുമ്പോൾ നമുക്കങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. എന്നാലും ഇപ്പോൾ യൂട്ടേണൊക്കെ എടുക്കുന്ന സമയത്താണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞത് പ്രകാരം നമ്മൾ ഒന്നുകൂടി നോക്കാം. നോക്കിയിട്ട് അതൊന്ന് നല്ല സൗണ്ട് ഉണ്ടാവും. ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം എന്തെങ്കിലും കേട്ടോ. ഓക്കെ.